ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിലത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 12-ാം അധ്യായം 35 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങളിൽ നമുക്ക് ശ്രവിക്കാൻ സാധിക്കുന്നത്, ജാഗരൂകരായിരിക്കുവിൻ, അരമുറുക്കി വിളക്കും കൊളുത്തി യജമാനനെ കാത്തിരിക്കുന്ന ഭൃത്യന്മാരെ പോലെ ആയിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ ക്ഷീണങ്ങൾ ഉണ്ടാകാറുണ്ട്. അലസതയും അസ്വസ്ഥതയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ വരുത്തി കൂട്ടി വയ്ക്കുന്നതാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 29-ാം അധ്യായത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് ശ്രവിക്കാൻ സാധിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ എല്ലാ സങ്കീർണ പ്രശ്നങ്ങളും അവൻ്റെ തന്നെ സൃഷ്ടികളാണെന്ന്. അപ്പോൾ നമ്മൾ അകാരണമായി ദുഃഖിക്കുകയോ അലസരായി വ്യാപരിക്കുകയോ ചെയ്യരുത്. ഒരുക്കമുള്ള മനസ്സ്, അതാണ് പറയുന്നത്, ഏത് അർദ്ധരാത്രിയിലും യജമാനൻ കടന്നു വരുമ്പോൾ ഭൃത്യന്മാർ സേവന ഉത്സുകരായിരിക്കുന്നത് കാണുമ്പോൾ അവൻ അവരെ പരിചരിച്ച് ഭക്ഷണത്തിനിരുത്തുമെന്ന്. അപ്പോൾ നമുക്ക് ഉറക്കച്ചടവില്ലാതെ അലസതയില്ലാതെ നമ്മൾ വ്യാപരിക്കുമ്പോൾ ഭവന വേതനത്തിനായി കടന്നു വരുന്ന കവർച്ചക്കാരൻ, കൊള്ളക്കാരൻ, കള്ളൻ, അത് സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞു കഴിയുകയാണെങ്കിൽ നമ്മളത് എതിർക്കും. പക്ഷേ സുഖഭോഗങ്ങളിൽ മുഴുകി വ്യാപൃതരായി കഴിഞ്ഞാൽ കള്ളൻ അവൻ്റെ പ്രവൃത്തി തുടരുകയും ചെയ്യും, ഭവനം ഭേദനം നടത്തുകയും ചെയ്യും, മോഷണം സംഭവിക്കുകയും ചെയ്യും. പക്ഷെ ഞങ്ങൾ ജാഗരൂകരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടുത്താൻ, നമ്മുടെ മനസ്സ് തിന്മകളിൽ നിന്ന് മുക്തി പ്രാപിക്കാൻ ഒരുക്കമുള്ളവരായിരിക്കാം. പരിശുദ്ധ കുർബാന നമ്മെ ഓരോരുത്തരും ശക്തിപ്പെടുത്തട്ടെ. ആമേൻ.